അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ഞാൻ അബു അകത്തെ തറയാണ്. പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും കുറേ പുണ്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. എല്ലാവർക്കും പറ്റുന്ന പോലെ സഹായങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഏകദേശം എനിക്കറിയാവുന്ന, നിങ്ങൾക്കറിയാലോ, പല ആളുകൾക്കും അറിയാം, ഞാൻ ഈ വീഡിയോ രംഗത്ത് വരുന്നത് 2019 മുതൽ ചാരിറ്റിയും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഒന്നും എൻ്റെ സ്വകാര്യമായിട്ടുള്ള അക്കൗണ്ടിൽ ഞാൻ ഇതുവരെ ഒരു പൈസയും വാങ്ങിയിട്ടില്ല, അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അറിയാലോ. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ എത്രയോ പാവപ്പെട്ട ആളുകൾ ഒന്നും പറയാൻ കഴിയാതെ, ഒരു വിഷമവും ഒരാളോടും പറയാൻ കഴിയാതെ, എന്നാലോ കണ്ടാൽ അവരൊക്കെ നല്ല ഉള്ളവരാണ് എന്ന് തോന്നിക്കുന്ന കോലത്തിലുള്ള എത്രയോ സാധുക്കളായ പാവപ്പെട്ട ആളുകൾ. അതിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും, ചിലവർ വാപ്പില്ലാത്തവരുണ്ടാവും, ചില വീട്ടിൽ സമ്പാദ്യമായി വരാൻ ആരും ഇല്ലാത്ത ആളുകളുണ്ടാവും, ചില വീട്ടിൽ ഉമ്മയുണ്ടാവും, എന്നാലോ മക്കളുണ്ടാവും, എന്നാലോ ആർക്കും ബുദ്ധിപരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളായിട്ട് അനുഭവിക്കുന്ന ആളുകൾ. അങ്ങനെ കുറേ പാവപ്പെട്ട ആളുകൾ എനിക്കറിയാവുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഈ റഹ്മത്തിൻ്റെ 10 നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങൾ ആ പാവങ്ങൾക്ക് നേരെ തന്നെ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയും. ഇല്ലയോ ഞാൻ മുഖാന്തരം കൊണ്ടു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ഒരു കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് കിറ്റ് കൊടുക്കാൻ ഒരു താല്പര്യമുണ്ട്. ചുരുങ്ങിയത് ഒരു 5 കിലോ ചോറ് വയ്ക്കാനുള്ള അരിയും, അതുപോലെ തന്നെ ഒരു 5 കിലോ അരിപ്പൊടിയും, ഒരു 5 കിലോ പഞ്ചസാരയും, ഒരു 1 കിലോ 1 കിലോ ചായപ്പൊടിയും, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു 1 കിലോ മുളക് പൊടി, 1 കിലോ മല്ലിപ്പൊടി, അങ്ങനെ 100 മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാം കൂടി ചെറിയൊരു കിറ്റായി കൊടുക്കാൻ ഒരു ആഗ്രഹമുണ്ട്. നല്ലവരായ ആളുകൾ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ പുണ്യം കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ മുഖാന്തരം കൊടുക്കാം. അപ്പോൾ ഒരാളെയും പബ്ലിസിറ്റി ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യും, അവിടെ പോയി പേഴ്സണലായിട്ട് വിളിച്ച് അവരുടെ അവസ്ഥകൾ കാണിച്ചു തരുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. എന്നും ആത്മാർത്ഥമായി കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നിൽ നിൽക്കണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.